ക്രൊയേഷ്യ യുദ്ധത്തിന്റെ കനലുകൾക്കിടയിൽ ബോംബുകൾ വർഷിച്ച അഭയാർത്ഥി ക്യാമ്പിലെ പാർക്കിംഗ് ലോട്ടിൽ നിന്ന് ലോക ഫുട്ബോളിന്റെ സിംഹാസനത്തിലേക്ക് പന്ത് തട്ടിക്കയറിയ ഒരു മാന്ത്രികരുണ്ട്. പ്രായം 40 അടുക്കുമ്പോഴും തന്റെ കരിയറിലെ 5ാമത്തെയും അവസാനത്തെയും ലോകകപ്പിനായി ആ നായകൻ വീണ്ടും ബൂട്ടുകെട്ടുകയാണ്. ക്രൊയേഷ്യയെ ഒറ്റയാൾ പോരാട്ടത്തിലൂടെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച ലൂക്ക മോഡ്രിച്ച്. ലൂക്ക മോഡ്രിച്ചിന് ഫുട്ബോൾ എന്നത് വെറുമൊരു കളിയായിരുന്നില്ല, അതിജീവനത്തിന്റെ പോരാട്ടമായിരുന്നു. 5ാം വയസ്സിൽ സ്വന്തം മുത്തശ്ശനെ വിമതർ വെടിവെച്ച് കൊന്നത് കൺമുന്നിൽ കാണേണ്ടി വന്ന കുട്ടി. ജീവൻ രക്ഷിക്കാൻ അഭയാർത്ഥി ക്യാമ്പിലെ ഹോട്ടൽ മുറികളിൽ കഴിഞ്ഞ ലൂക്കയുടെ ഒരേയൊരു കൂട്ട് ഒരു പഴയ ഫുട്ബോൾ മാത്രമായിരുന്നു. ബോംബുകളുടെ ശബ്ദത്തെ പോലും വകവെക്കാതെ ഹോട്ടലിന്റെ പാർക്കിംഗ് ഏരിയയിൽ അവൻ പന്ത് തട്ടി ശീലിച്ചു. ശാരീരികമായി മെലിഞ്ഞവനായതുകൊണ്ട് തന്നെ പല ക്ലബ്ബുകളും അന്ന് ലൂക്കയെ തഴഞ്ഞിരുന്നു. എന്നാൽ നീ ഫുട്ബോൾ കളിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചവർക്ക് മുന്നിൽ തന്റെ അസാധ്യമായ പാസിംഗ് മികവ് കൊണ്ട് അവൻ മറുപടി നൽകി. റയൽ മാഡ്രിഡിനൊപ്പം 6 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ നേടിയാണ് മോഡ്രിച്ച് ചരിത്രത്തിലേക്ക് നടന്നു കയറിയത്. ിലെ റഷ്യൻ ലോകകപ്പ് കിലിയൻ എംബാപ്പെ സ്വന്തമാക്കിയെങ്കിൽ ആരാധകരുടെ ഉള്ളിൽ താരമായി നിറഞ്ഞു നിന്നത് ലൂക്കയായിരുന്നു. വമ്പൻ താരങ്ങളൊന്നുമില്ലാതെ വന്ന ക്രൊയേഷ്യയെ ഫൈനൽ വരെ നയിച്ചു മോഡ്രിച്ച്. കിരീടം നഷ്ടമായെങ്കിലും മെസ്സിയെയും റൊണാൾഡോയെയും മറികടന്ന് ആ വർഷത്തെ ബാലൻദോർ പുരസ്കാരം മോഡ്രിച്ച് സ്വന്തമാക്കി. 2022 ലോകകപ്പിലും ക്രൊയേഷ്യയെ 3ാം സ്ഥാനത്തേക്ക് എത്തിക്കാൻ ഈ മിഡ്ഫീൽഡ് ജനറലിന് കഴിഞ്ഞു. പലരും കരിയർ അവസാനിപ്പിക്കുമെന്ന് കരുതിയ ഇടത്തുനിന്നാണ് 40ാം വയസ്സിലും തന്റെ 5ാമത്തെ ലോകകപ്പ് കളിക്കാൻ അയാൾ അമേരിക്കയിൽ എത്തിയിരിക്കുന്നത്. തന്റെ രാജ്യത്തിന്റെ ജേഴ്സിയിൽ ലൂക്ക മോഡ്രിച്ച് കളിക്കുന്ന അവസാനത്തെ വിശ്വവേദിയാണിത്. ഭൂതകാലത്തിലെ കണ്ണീരിനും യുദ്ധത്തിന്റെ മുറിവുകൾക്കും ഫുട്ബോൾ മൈതാനത്ത് കവിത കണക്കെ മറുപടി നൽകിയ കുറിയ മനുഷ്യന് തന്റെ ലാസ്റ്റ് ഡാൻസിന് ഇറങ്ങുമ്പോൾ ലോകം മുഴുവൻ അയാൾക്കായി കൈയടിക്കുകയാണ്. കാരണം മോഡ്രിച്ച് ഉള്ള ഇടത്തോളം കാലം ക്രൊയേഷ്യ എന്ന കൊച്ചു രാജ്യത്തെ തോൽപ്പിക്കുക അത്ര എളുപ്പമല്ല. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് മലയാളം.